നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാനുള്ളത് KSFEയുടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്റർ തിരുവനന്തപുരത്തുള്ള KSFEയുടെ ഒരേ ഒരു ഡിജിറ്റൽ ബിസിനസ് സെൻറ്ററിൻ്റെ ഓഫീസാണ്. അത് വളരെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തമ്പാനൂർ KSRTC സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ 6ാം നിലയിലാണ് ഈ KSFEയുടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്ററിൻ്റെ ഓഫീസിൽ ഉള്ളത്. അപ്പോൾ ഇവിടുന്നാണ് പ്രവാസി ചിട്ടികളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് ഇതൊരു സീരീസ് ഓഫ് വ്ളോഗ്സ് ആണ്. ഇതിൽ നിങ്ങൾ എല്ലാം കാണാൻ പോകുന്നത് KSFEയുടെ പ്രവാസി ചിട്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ്, നിങ്ങൾ ആരൊക്കെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്, ഇവിടുത്തെ ഓഫീസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്, അതേപോലെ ഇവിടെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവരോടൊക്കെ നമ്മൾ സംസാരിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അതായത് KSFE പ്രവാസി ചിട്ടിയുടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്റർ. അപ്പോൾ സുജാത മേഡം അകത്തുണ്ട്. നമുക്ക് സുജാത മേഡത്തിൻ്റെ അടുത്ത് പോകാം. വരൂ. നമസ്കാരം മേഡം. നമസ്കാരം. അപ്പോൾ ഇതാണ് KSFE പ്രവാസി ചിട്ടിയുടെ DGM ആയ സുജാത മേഡം. ഇനി നമുക്ക് പല കാര്യങ്ങളും സുജാത മേഡത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാനും. നമസ്കാരം മേഡം. അപ്പോൾ കുറേ നാളായിട്ടുള്ള ഒരു എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്നിപ്പോൾ എനിക്ക് മേഡം അനുവാദം തന്നോടി നടന്നിരിക്കുന്നത്. അതായത് പ്രവാസി സുഹൃത്തുക്കൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിനൊരു ഓഫീസുണ്ടോ, ഇത് മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും ആണോ ഓഫീസ്, ഇത് എന്താ വെറും ഫോണിലൂടെ മാത്രമേ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള പല ചോദ്യങ്ങൾ. അതായത് KSFEയുടെ പ്രവാസിറ്റികളെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ വരികയും എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രവാസി ചിട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സാധാരണ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു KSFE ബ്രാഞ്ചിനെക്കാട്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്കിവിടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്ററിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ മേഡത്തിനോട് ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതേ ചോദ്യം തന്നെയാണ്. അതായത് KSFEയുടെ പ്രവാസി ചിട്ടികളുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഈ ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ മേഡം? അതെ, പ്രവാസി ചിട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓഫീസ് മാത്രമാണുള്ളത്. KSFEയുടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്റർ എന്ന ഓഫീസിലാണ് പ്രവാസി ചിട്ടിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് 2018 നമ്മൾ ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് സുരക്ഷിതമായ ഒരു സമ്പാദ്യ പദ്ധതി എന്ന നിലയ്ക്ക് പ്രവാസി ചിട്ടിയെ നമ്മൾ രൂപപ്പെടുത്തുകയും അതിനെ ഒരു പൂർണ്ണമായും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഇതിനെ പ്രവർത്തനമാക്കിയിരിക്കുന്നത്. വളരെ അധികം സങ്കീർണമായ സാങ്കേതിക വിദ്യയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു CRM ആപ്ലിക്കേഷനിലൂടെ കോൾ സെൻറ്റർ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ്സ് ഈ പ്രവാസി മലയാളി ഇടപാടുകാരുമായിട്ടൊക്കെ അവരുടെ സംശയ നിവാരണങ്ങളും പുതിയ ചിട്ടിയിൽ ചേർപ്പിക്കുന്നതും അതുപോലെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല അന്വേഷണങ്ങൾക്കൊക്കെ സംശയ നിവൃത്തിയൊക്കെ നടത്തുന്നത് ഈ കോൾ സെൻറ്റർ വഴിയാണ്. അപ്പോൾ ഈ പ്രവാസി മലയാളി ഇടപാടുകാരും നമ്മളടുത്ത് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ടോ, അതോ ഗൾഫിലാണോ നിങ്ങൾക്ക് ഓഫീസ്, കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് തിരുവനന്തപുരത്താണ് KSFEയുടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. തമ്പാനൂരുള്ള KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സിലെ 6ാമത്തെ നിലയിലാണ് KSFEയുടെ ഡിജിറ്റൽ ബിസിനസ് സെൻറ്റർ എന്ന ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ ഞങ്ങൾ ഈ കോൾ സെൻറ്റർ കൂടാതെ ഈ ഓഫീസിൻ്റെ പല പോർട്ട്ഫോളിയോസും പ്രവർത്തിക്കുന്നുണ്ട്. ബിസിനസ്, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ IT, അതുപോലെ കുടിശ്ശിക വിഭാഗം, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമ്മളിവിടെ പ്രവർത്തിക്കുന്നു. 60ഓളം ജീവനക്കാർ ഇവിടെ ഉണ്ട്. എല്ലാ പോർട്ട്ഫോളിയോസിനും അതിനെ ഹെഡ് ചെയ്യുന്ന ഓരോ മാനേജേഴ്സും നമുക്കിവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനത്തോടു കൂടിയും ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വളരെ കാര്യക്ഷമതയോടു കൂടി തന്നെ ഈ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പോൾ KSFE പ്രവാസി ചിട്ടികളെ
മലയാളികളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു മലയാളിയെങ്കിലും ഉണ്ടെന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും അറിവുള്ള ഒരു കാര്യം. നമ്മുടെ KSFE പ്രവാസി ചിട്ടി എത്ര രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് മാഡം? ഓക്കെ, ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ 2018 നമ്മൾ ഈ പ്രവാസി ചിട്ടി എന്ന പ്രോഡക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അന്ന് ആദ്യം നമ്മൾ UAE ഇതിൻ്റെ ഒരു ലോഞ്ചിങ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്ക് നമ്മൾ ലണ്ടനിൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അങ്ങനെ ആഗോളതലത്തിൽ KSFEക്ക് ഒരു എന്താ പറയുക, ഒരു പ്രസൻസ് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് പ്രവാസി ചിട്ടി എന്ന് പറയുന്നത്. ഇന്ത്യക്ക് അകത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവർ, ഇന്ത്യയുടെ അകത്തെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഈ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർക്കും പ്രവാസി മലയാളി എന്ന നിലയ്ക്ക് ഈ പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പ്രവാസി ചിട്ടിയിൽ ഇടപാടുകാരുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. ഏതാണ്ട് 121ഓളം രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രവാസി ചിട്ടിയിൽ ഇടപാടുകാരായിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഏതാണ്ട് 2400 കോടിയോളം വിട്ടുവരവ് തന്നെ ഇപ്പോൾ ആയിരിക്കുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ വിജയകരമായി തന്നെ പ്രവാസി ചിട്ടി എന്ന ഈ പ്രോഡക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഉദ്യമം എന്ന് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഒരു സന്ദർശനമൊക്കെ നമ്മൾ നടത്തിയിരുന്നു, കൂടുതൽ ആൾക്കാരിലേക്ക് ഈ പ്രചാരണം എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കാനുള്ള, അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞങ്ങൾ ധാരാളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെയുള്ള പ്രചാരണ പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ലീഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തിൽ അടുത്ത കസ്റ്റമേഴ്സ് ഇപ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തതിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാർ ചിട്ടി ഇടപാടുകാരായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സുരക്ഷിതമായ സമ്പാദ്യം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ഒരു വായ്പ എന്ന നിലക്കും ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന നിലക്ക് ഈ പ്രവാസി ചിട്ടി വളരെ അധികം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും വളരെ പ്രചാരം ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ പ്രവാസി മലയാളികൾ ഇതിനെ ഏറ്റെടുത്തിട്ടുമുണ്ട് ഇതിനെ. പിന്നെ മാഡം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു പ്രവാസി തന്നെയായിരുന്നു. ശരിക്കും എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ലോൺ ഇല്ലാത്ത ഒരാളാണ്. KSFE റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഫണ്ട് റേസ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ KSFE പ്രവാസി ബന്ധു ചിട്ടികൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് വളരെയധികം കുറച്ചും കൂടെ ട്രാൻസ്പാരൻ്റായി അവർക്ക് തന്നെ ചിട്ടികൾ ചേരാം, എല്ലാം ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു കാര്യമാണ് SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഇതെല്ലാം ഇല്ലേ, എന്തിന് ചിട്ടി എന്നുള്ളത്. പക്ഷേ ശരിക്കും ചിട്ടി നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മാഡത്തിനോട് ചോദിക്കുകയാണ്, ചിട്ടി എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമുക്കൊരു ലോൺ, ഈ ലോണിനെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴല്ലേ ശരിക്കും ഒരു ചിട്ടി എന്നുള്ളൊരു ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണം. മാഡത്തിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ചിട്ടി ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ പ്രത്യേകിച്ചും അവർ ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള സമ്പാദ്യ പദ്ധതികളിലേക്കാണ് കൂടുതൽ ആകർഷപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചിട്ടിക്ക് എപ്പോഴും അതിൻ്റേതായ പ്രാധാന്യം, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ പണ്ട് കാലം മുതലേ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ജീവിതം തുടങ്ങിയത് KSFEയിലൂടെയാണ്, ഞാൻ വീട് വെച്ചത്, കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തിയത്, അല്ലെങ്കിൽ അവരുടെ വിവാഹം നടത്തിയതെല്ലാം ചിട്ടിയിലൂടെയാണെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊരു സമ്പാദ്യശീലത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം യങ്സ്റ്റേഴ്സ് ആയാലും അവർക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റ് ഉണ്ടാക്കാനൊക്കെ ചിട്ടി തീർച്ചയായിട്ടും ഉതകും. പക്ഷെ അത് അവരിലേക്ക് നല്ല രീതിയിൽ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പ്രവാസി ചിട്ടിയും തന്നെ നോക്കുകയാണെങ്കിൽ 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള യങ്സ്റ്റേഴ്സ് തന്നെയാണ് കൂടുതൽ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അവർക്കൊക്കെ ഷോർട്ട് ഡ്യൂറേഷൻ ചിറ്റ്സ് ആണ് കൂടുതൽ വേണമെന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നത് കാണുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യത്തിനാണെങ്കിൽ അതിൽ ചേരൂ,
അല്ലെങ്കിൽ കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്ന ലോങ് ഡ്യൂറേഷൻ ചിറ്റ്സ് ഉണ്ട്. നമുക്ക് 25 മാസം മുതൽ 100 മാസം വരെയുള്ള ചിട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഏതാണ് ആവശ്യമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവർക്കിപ്പോൾ മാസം എത്ര രൂപയാണ് വരുമാനത്തിൽ നിന്ന് മാറ്റി വെക്കാൻ കഴിയുക, ചിട്ടിയിൽ അടയ്ക്കാൻ അവരുടെ കപ്പാസിറ്റി എത്രയാണ് എന്നൊക്കെ, എന്താണ് ആവശ്യം എന്നെല്ലാം അറിഞ്ഞിട്ട് ആ രീതിയിലേക്കാണ് നമ്മൾ ചിട്ടി ചേർപ്പിക്കാറ്. അപ്പോൾ വളരെയധികം നല്ല രീതിയിൽ ഈ യങ്ങർ ജനറേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ യങ്ങർ ജനറേഷൻസ് ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഏൺ ചെയ്യുക, എൻജോയ് ചെയ്യുക എന്ന രീതിയിലാണ് പോകുന്നത്. അതിനൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് അൺസർട്ടനിറ്റി മുന്നിൽ എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ അതിനെല്ലാം നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു വരുമാനം എന്നൊരു പോർഷൻ നമ്മൾ ഈ സമ്പാദ്യത്തിലേക്ക് എടുത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ യങ്സ്റ്റേഴ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഉള്ള വരുമാനം പല പല ബാസ്ക്കറ്റിലിടുക. ഈ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരിക്കലും ചിട്ടിയിൽ മാത്രമായിട്ട് ഒതുക്കണ്ട. അവർക്കൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടോളൂ, കുറച്ച് ഭാഗം ചിട്ടിയിൽ ആയിട്ട് ഇടുക, കുറച്ച് മ്യൂച്വൽ ഫണ്ട്, കുറച്ച് FD, അങ്ങനെ പല പല സമ്പാദ്യ പദ്ധതികൾ ഇടുന്നതാണ് എപ്പോഴും സേഫ് അവരുടെ. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ ചിട്ടി നല്ലൊരു സമ്പാദ്യ മാർഗം തന്നെയാണ്. അത് അവർക്ക് എപ്പോഴും അതിനോട് ഒരു അഫിനിറ്റി ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. അതേപോലെ ഈ KSFE ചിട്ടി ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏജ് ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ? എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം? ഇല്ല, 18 വയസ്സായിട്ടുള്ള ഏത് പൗരനും ഈ പ്രവാസി മലയാളികളായിട്ടുള്ള ആർക്കും ഇതിനകത്ത് പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പ്രവാസി മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ വരാം അല്ലെ? ഒന്ന് ഇന്ത്യക്ക് വെളിയിലുള്ളതും ഒന്ന് നമ്മുടെ കേരളത്തിന്റെ വെളിയിലുള്ളത്. 2 രീതിയിലുണ്ടല്ലോ. രണ്ടുപേരെയും നമ്മൾ ഒരുപോലെ തന്നെ ഇതിനകത്ത് ചേരാൻ കഴിയുന്നതാണ്. കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുള്ള ഇതര സംസ്ഥാനങ്ങളിലുള്ള എല്ലാ മലയാളികൾക്കും ഈ പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള ആഗോളതലത്തിലുള്ള ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നും നമുക്ക് ഈ പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാം. വെച്ചാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണല്ലോ ചിട്ടിയിൽ ചേരുന്നതും ചിട്ടിയിൽ പണം അടയ്ക്കുന്നതും അതുപോലെ ലേല നടപടികളിൽ പങ്കെടുക്കുന്നതും എല്ലാം ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമുക്ക് കോൾ സെന്റർ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർ ആ കോൾ സെന്ററിൽ കോൺടാക്ട് ചെയ്തവർക്ക് എന്ത് സംശയങ്ങളും നിവർത്തിച്ചെടുക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം തന്നെ നമ്മളോട് ഒരുക്കിയിട്ടുള്ളത് പ്രവാസി ചിട്ടിക്ക് വേണ്ടി. ഇപ്പോൾ ബോത്ത്, അതായത് നമുക്ക് 2 വിഭാഗം ആൾക്കാർക്കും ഈ ഒരു പ്രവാസി ചിട്ടികളുടെ സേവനം ശരിക്കും ഉപയോഗിക്കാവുന്നതാണ്. അതല്ലേ? അതിന് ഇപ്പോൾ മാഡം എന്നോട് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ NRK എന്നല്ലേ പറയുന്നത്? NRK എന്ന് പറയാം വെച്ചാൽ ഇന്ത്യക്കകത്തുള്ള കേരളത്തിന് പുറത്തുള്ളവരെ നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യക്ക് പുറത്തുള്ളവരെ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് അവരെയും NRKs ചിലപ്പോഴൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസി മലയാളികൾ, അതുപോലെ ഇന്ത്യക്ക് അകത്തുള്ള കേരളത്തിന് പുറത്തുള്ള പ്രവാസി മലയാളികൾ, അതർ സ്റ്റേറ്റ്സിലുള്ള പ്രവാസി മലയാളികൾക്കും ഒക്കെ ഒരുപോലെ ഇതിനകത്ത് ചേരാവുന്നതാണ് ഓൺലൈൻ. ഇപ്പോൾ മാഡം പറഞ്ഞു, അതായത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ തൊട്ട്, അതായത് ഒരു 2 കൊല്ലവും 1 മാസം മുതൽ 8 കൊല്ലവും 4 മാസം വരെ തീരുന്ന പല രീതിയിലുള്ള പ്ലാനുകളുണ്ട്. അത് യഥേഷ്ടം തുടങ്ങുന്ന. അതെ, എപ്പോഴും നമ്മളത് അനൗൺസ് ചെയ്ത് പെട്ടെന്ന് ഫില്ലാവും. കാരണം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ടൊക്കെ നമുക്ക് ധാരാളം ലീഡ്സ്, നമുക്ക് ഇൻട്രസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. അത് അപ്പോൾ തന്നെ നമ്മളത് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തുന്നു, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, പിന്നെ KYC ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് KYC അപ്രൂവ്ഡ് ആക്കുന്നു. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ആ ചിട്ടിയിൽ ചേരാം. അതും ഓൺലൈനായിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. അതെല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിനകത്തുണ്ട്. കംപ്ലീറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ലേല നടപടികളും ഒക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉള്ള ഒരേ ഒരു ചിട്ടി പദ്ധതി എന്ന് പറയുന്നത് പ്രവാസി ചിട്ടി മാത്രമാണ് ലോകത്ത്. വേറെ ഒരു കമ്പനിക്കും അങ്ങനെ ഉള്ളതായിട്ട് ഇല്ല. അങ്ങനെ പ്രവാസി ചിട്ടി ഓഫീസിനെ കുറിച്ച് പ്രത്യേകിച്ച് KSFE ഡിജിറ്റൽ ബിസിനസ് സെന്റർ എന്നാണ് നമ്മൾ ഈ ഓഫീസിനെ പറയുന്നത്. ഇവിടെയാണ് പ്രവാസി ചിട്ടിയുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ഉണ്ട്. കോൾ സെന്റർ ഉണ്ട്, IT ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വാക്ക് ത്രൂ പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ വാക്ക് ത്രൂവിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചീഫ് മാനേജർ, ബിസിനസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ചീഫ് മാനേജർ രേവതിയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. രേവതി ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കാണിച്ച് ആ വാക്ക് ത്രൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു മാഡം.